യേശു തൻ്റെ പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോകുമ്പോൾ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗിയായി കിടക്കുന്നുണ്ടായിരുന്നു. അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു. അപ്പോഴാണ് ശതാധിപൻ യേശുവിനെ പറ്റി കേൾക്കുന്നത്. ഉടനെ ഒരു യഹൂദ പ്രമാണിയെ വിളിച്ച് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കലേക്ക് അയച്ചു. യഹൂദ പ്രമാണി യേശുവിനോട് പറഞ്ഞു, ശതാധിപൻ്റെ ഭൃത്യൻ അസുഖമായി കിടക്കുന്നു. നീ ചെന്ന് ആ ഭൃത്യനെ സുഖപ്പെടുത്തണം. കാരണം നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. സിനഗോഗും ശതാധിപൻ നമുക്ക് പണിത് തന്നിട്ടുണ്ട്. അങ്ങനെ കാരണങ്ങൾ നിരത്തി യേശുവിനോട്. യേശു ശതാധിപൻ്റെ വീടിനടുത്തേക്ക് അടുക്കാറായപ്പോൾ ശതാധിപൻ എന്തു ചെയ്തെന്നോ? യേശുവിൻ്റെ ശക്തിയും അത്ഭുതം ചെയ്തത് എല്ലാം ശതാധിപൻ അറിഞ്ഞിരുന്നു. അവൻ തൻ്റെ ഭൃത്യനെ യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ചു പറഞ്ഞു, പ്രഭു, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. എൻ്റെ വീട്ടിൽ അങ്ങ് പ്രവേശിക്കാൻ യോഗ്യനല്ല. അങ്ങ് ഒന്നുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരമുള്ളവനാണ്. ഒരാളോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വരുക എന്ന് പറയുമ്പോൾ വരുന്നു, ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. ഈ വാക്ക് കേട്ടപ്പോൾ യേശു വിസ്മയിച്ചു. എന്നിട്ട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവൻ തിരിച്ചു ചെന്നപ്പോൾ ഭൃത്യൻ സുഖം പ്രാപിച്ചിരുന്നു. യേശു പറഞ്ഞ സമയത്ത് ഭൃത്യൻ സുഖം പ്രാപിച്ചു. നമുക്ക് നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് പരിശോധിക്കാം. ശതാധിപൻ്റെ വിശ്വാസം നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ നടക്കാത്ത കാര്യങ്ങൾ, സാധിക്കാത്ത പ്രശ്നങ്ങൾ എല്ലാത്തിനും യേശു ഉത്തരം നടത്തി തന്നേനെ. പല കാര്യങ്ങളും നടക്കാത്തതിന് കാരണം നമ്മുടെ ശതാധിപനെ പോലുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. ആമേൻ.